യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 24 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിൽ യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട്, അയക്കപ്പെട്ട ശിഷ്യന്മാരോട് അവരെ ദൈവം എത്രമാത്രം കരുതുമെന്നും എന്നാൽ അതുകൂടാതെ ലോകത്തിൽ അവർ എത്രമാത്രം ഒറ്റപ്പെടുമെന്നും അവർക്ക് വരാനിരിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചും എന്നാൽ അതിനിടയിൽ ദൈവം നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ചും അവരെത്ര വിലയുള്ളതാണ് എന്നതിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ്. ഇതിലെ വളരെ മനോഹരമായ ഒരു വചനം യേശുനാഥൻ പറയുന്നത്, ഗ്രഹനാഥനെ അവർ ബേൽസബൂൽ എന്ന് വിളിച്ചെങ്കിൽ അവൻ്റെ കുടുംബാംഗങ്ങളെ എന്ത് തന്നെ വിളിക്കുകയില്ല എന്നാണ്. അതായത് യേശുനാഥനെ പലപ്പോഴും അവൻ ചെയ്ത അത്ഭുതങ്ങളുടെ പേരിൽ അവൻ പിശാചുകളെ കൊണ്ടാണ് ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നത് എന്ന് യേശുനാഥനെ അവിടെ ഉണ്ടായിരുന്നവർ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വചനം വെച്ചിട്ടാണ് യേശുനാഥൻ പറയുന്നത്, ഇങ്ങനെ യേശുനാഥനെ തന്നെ അങ്ങനെ പറഞ്ഞെങ്കിൽ തൻ്റെ ശിഷ്യന്മാരെ ഇതിനേക്കാൾ ഉപരി കൂടുതൽ കാര്യങ്ങൾ അവർ പറഞ്ഞ് കളിയാക്കുമെന്നും ഒറ്റപ്പെടുത്തുമെന്നും ഒക്കെയാണ്. പക്ഷേ ഇതിൽ നമുക്ക് ലഭിക്കുന്ന വളരെ മനോഹരമായ ഒരു ചിന്ത എന്ന് പറയുന്നത്, യേശുനാഥൻ ഈ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന മനുഷ്യരെ വിളിക്കുന്നത് കുടുംബാംഗങ്ങളെ എന്നാണ്. ഗ്രഹനാഥൻ യേശുനാഥനാണ്. അപ്പോൾ ഗ്രഹനാഥനെ അവർ ബേൽസബൂൽ എന്ന് വിളിച്ചെങ്കിൽ കുടുംബാംഗങ്ങളെ അവർ എന്ത് തന്നെ വിളിക്കുകയില്ല എന്നാണ്. അപ്പോൾ ഈ ലോകം നമ്മെ എന്തിൻ്റെങ്കിലും പേരിൽ ദുഷിക്കുന്നുണ്ടെങ്കിൽ, വെറുക്കുന്നുണ്ടെങ്കിൽ, ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ യേശുനാഥൻ്റെ കുടുംബത്തിലെ അംഗമായി മാറുകയാണ്. ഇതിൽ വരും വലിയൊരു സന്തോഷവും വലിയൊരു നേട്ടവും ഒരു മനുഷ്യന് ഈ ലോകത്തിൽ കിട്ടാനില്ല. കാരണം ക്രിസ്തുവിനെ പ്രതി അവൻ പീഡനങ്ങളും വേദനകളും ഒക്കെ സഹിക്കാൻ തയ്യാറാകുമ്പോൾ ക്രിസ്തുവിൻ്റെ കുടുംബത്തിലെ ഒരു അംഗമായി അവൻ മാറുകയാണ്, അവൻ ക്രിസ്തുവിൻ്റേതായി മാറുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത്, യേശുനാഥൻ പറയും, എല്ലാവരുടെ മുൻപിലും നിങ്ങൾ വെറുക്കപ്പെടുമെങ്കിലും നിങ്ങളുടെ മുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുകയാണ്. ദൈവം അത്രമാത്രം നമ്മളെ കരുതുമെന്നാണ്. നിങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ മക്കളായി തീരുമെന്നാണ്. നിങ്ങളെ ദൈവം കരുതുകയും ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിനുള്ളിൽ അവൻ്റെ കുടുംബത്തെ പോലെ കാക്കുകയും ചെയ്യും എന്നുള്ള ഒരു വലിയൊരു ചിന്ത അവിടെ നൽകുന്നുണ്ട്. അപ്പോൾ ഈ സുവിശേഷം നമുക്ക് നൽകുന്ന വലിയൊരു ബലവും അത് തന്നെയാണ്. ഈ ലോകത്തിൻ്റെ മുൻപിൽ ക്രിസ്തുവിൻ്റേതായി ജീവിക്കുമ്പോൾ അവൻ്റെ കുടുംബത്തിലെ ഒരു അംഗമായി നമ്മൾ മാറുകയാണ്. നാം ആ അപ്പോസ്തലന്മാരെ പോലെ ക്രിസ്തുവിൻ്റെ കുടുംബത്തിലെ വലിയൊരു അംഗമായി ആ സ്നേഹത്തിൻ്റെ തണലിൽ, സംരക്ഷണത്തിൻ്റെ തണലിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വചനം. ധ്യാനിക്കുമ്പോൾ യേശുനാഥനോട് നമുക്കും പ്രാർത്ഥിക്കും, ഈ ലോകത്തിലെ പീഡനങ്ങളെല്ലാം ഓർത്ത് സങ്കടപ്പെടാതെ അവൻ്റെ കുടുംബത്തിലെ അംഗമായി തീരുന്നതിനെ ഓർത്ത് സന്തോഷിക്കാനുള്ള കൃപയും ബലവും നമുക്ക് നൽകണമെന്ന്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ജീവിതം, വലിയ സമ്പത്തും സ്ഥാനമാനങ്ങളും ഉണ്ടായിരുന്ന ജീവിതത്തെ ഉപേക്ഷിച്ച് അദ്ദേഹവും ക്രിസ്തുവിന് വേണ്ടി ഒരു കുടുംബത്തെ തന്നെ കെട്ടിപ്പടുത്തിയവരാണ്. പാശ്ചാത്യ സഭയിൽ ആദ്യമായി സന്യാസ സമൂഹത്തെ ഒരുമിച്ച് കൂട്ടിയത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രാർത്ഥനയും ഉപവാസവും നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ഒരു കുടുംബം പോലെ തന്നെ അദ്ദേഹം മറ്റുള്ളവരെയും ക്ഷണിക്കുകയായിരുന്നു. അപ്പോൾ അവർ ക്രിസ്തുവിൻ്റെ കുടുംബത്തിൽ അംഗമായി മാറുകയായിരുന്നു, ക്രിസ്തുവിനെ സ്നേഹിച്ചുകൊണ്ട്, അവനെ പിൻചെന്നുകൊണ്ട്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധൻ്റെ മാതൃകയെ നമുക്ക് യാചിക്കാം. അദ്ദേഹത്തിൻ്റെ വലിയ മാധ്യസ്ഥവും നമുക്ക് യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ കുടുംബത്തിലെ അംഗമായി തീരാനുള്ള കൃപ നമുക്ക് നൽകണമെന്ന് യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.